പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിൽ നിന്നും രക്ഷിക്കുവാനായി ശ്രീ മഹാവിഷ്ണുദേവൻ നരസിംഹാവതാരം സ്വീകരിച്ചപ്പോൾ അവതാരോദ്ദേശ്യം നിർവഹിച്ചു കഴിഞ്ഞ ശേഷവും നരസിംഹത്തിൻ്റെ ഉഗ്രമായ ഭാവത്തിനും കോപത്തിനും ഒട്ടും തന്നെ ശമനമുണ്ടായില്ല. അത്യന്തം കോപിഷ്ഠനായി തീർന്ന നരസിംഹത്തെ ശാന്തമാക്കി അഹങ്കാരം നശിപ്പിക്കുന്നതിന് ദേവന്മാരുടെ അപേക്ഷയാൽ ശിവൻ കൈക്കൊണ്ട അവതാരമാണ് ശരഭേശ്വരൻ. നരസിംഹത്തിൻ്റെ അഹങ്കാരം സംഹരിച്ച സമയത്ത് വിഷ്ണുദേവൻ ശിവനെ അഭയം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിനായി സ്തുതിച്ച സ്തോത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിംഗപുരാണം 95, 96 അധ്യായങ്ങളിലാണ് ഈ മഹാസ്തോത്രം ഉള്ളത്. ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിനെ ഭജിച്ചിരുന്നു. പ്രഹ്ലാദൻ്റെ ഏകാഗ്രമായ വിഷ്ണുഭക്തിയാൽ ഹിരണ്യൻ പറഞ്ഞു, അല്ലയോ വിഡ്ഢി, ദേവരാക്ഷസന്മാരുടെ സ്വാമിയായിട്ടുള്ള എന്നെ കാണുന്നില്ലേ? എൻ്റെ പുത്ര, വിഷ്ണു ആരാണ്? ബ്രഹ്മാവാര്? എന്നെ ഭജിച്ചുകൊള്ളൂ. നാരായണനാമം ജപിക്കരുത്. നീ ജീവിക്കണം എങ്കിൽ എൻ്റെ നാമം ജപിക്കുക. എന്നിട്ടും പ്രഹ്ലാദൻ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. അവൻ അസുരപുത്രന്മാരെയും മന്ത്രവും ബ്രഹ്മവിദ്യയും പഠിപ്പിച്ചു. ദേവന്മാർ പോലും അനുസരിക്കുന്ന തന്നെ പുത്രൻ ധിക്കരിക്കുന്നു. ഹിരണ്യൻ അസുരന്മാരോട് പുത്രനെ വധിക്കാൻ പറഞ്ഞു. അസുരന്മാർ പ്രഹ്ലാദനെ ഏറെ ഉപദ്രവിച്ചു. ദൈത്യന്മാരുടെ ഉപദ്രവം മുഴുവൻ വൈഷ്ണവ പ്രഭാവം കൊണ്ട് വിഫലമായി. അഹങ്കാരിയായ ഹിരണ്യനെ വധിക്കാൻ ഭഗവാൻ നരസിംഹത്തിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ഹിരണ്യകശിപുവിൻ്റെ മാറു പിളർന്നു. കുടൽമാല വലിച്ച് വധിച്ചു. നരസിംഹത്തിൻ്റെ ഗർജനം കൊണ്ട് ബ്രഹ്മലോകമടക്കം സ്തംഭിച്ചുപോയി. ബ്രഹ്മാദികൾക്ക് ധൈര്യം നഷ്ടപ്പെട്ടു. വിവിധ ദിശകളിലേക്ക് ഓടി. 1000 രൂപങ്ങളിൽ നിറഞ്ഞു നിന്ന നരസിംഹരൂപത്തെ എല്ലാവരും സ്തുതിച്ചു. അങ്ങ് മഹത്തിൽ മഹത്താകുന്നു. അങ്ങ് സ്ഥൂലവും സൂക്ഷ്മവുമാകുന്നു. അങ്ങ് യജ്ഞകർമ്മവും യജ്ഞഭോക്താവുമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം എന്നീ രൂപങ്ങളിൽ അങ്ങ് അവതരിച്ചിരിക്കുന്നു. അങ്ങ് സർവചരാചരങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്നു. അല്ലയോ ദേവദേവ, ഞങ്ങൾ എങ്ങനെ അങ്ങേ സ്തുതിക്കണം? ഈ സ്തുതിവചനം കൊണ്ടൊന്നും തന്നെ നരസിംഹം ശാന്തനായില്ല. സിംഹസ്വഭാവത്തിന് ശാന്തത ഉണ്ടാവുക അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. ദേവന്മാർ മഹേശ്വരനെ സമീപിച്ച് രക്ഷയാചിച്ചു. മന്ദരപർവ്വതത്തിൽ ശിവൻ ക്രീഡാരസത്തിലായിരുന്നു. ബ്രഹ്മാവ് സ്തുതിച്ചു. മൃത്യുനാശകന് നമസ്കാരം, ഉമാപതിക്ക് നമസ്കാരം, ഏകസ്വരൂപനായിട്ടുള്ള മഹാദേവന് നമസ്കാരം. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടാലും ഞങ്ങൾ അങ്ങയുടെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. അങ്ങയുടെ കണ്ണടച്ചു തുറക്കൽ ജനങ്ങളുടെ ജന്മവും മരണവും ആകുന്നു. അല്ലയോ ദേവദേവനായ മഹാദേവ, വിഷ്ണു തേജസ്സിനെ തടയാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ വീരഭദ്രനെ സ്മരിച്ചു. വീരഭദ്രൻ പ്രത്യക്ഷനായി. ഇത്ര ഭീകരമായ രൂപം ആരും കണ്ടിരുന്നില്ല. കൽപ്പാന്ത അഗ്നി പോലെ ജ്വലിക്കുന്ന വീരഭദ്രൻ തന്നെ സ്മരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഭഗവാനോട് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, നരസിംഹാഗ്നി ശമിപ്പിക്കാൻ ശ്രമിക്കുക. ഫലിച്ചില്ല എങ്കിൽ ഭയാനകമായ ഭൈരവരൂപം കാണിക്കുക. അപ്പോൾ വീരഭദ്രൻ ശാന്തസ്വരൂപം ധരിച്ചു. ഒരു പുത്രനെപ്പോലെ പറഞ്ഞു, ലോക കല്യാണത്തിനാണ് അങ്ങയുടെ അവതാരം. മത്സ്യാവതാരം കൊണ്ട് സമസ്ത പ്രാണിരക്ഷണം, വരാഹാവതാരം ഭൂമിയെ ഉദ്ധരിക്കാൻ, കൂർമാവതാരം മന്ദരപർവ്വതം ഉയർത്താൻ, ബലിയെ പാതാളത്തിൽ അയക്കുവാൻ വാമനാവതാരം, ആപത്തിൽപ്പെട്ട ഭക്തലോകത്തിന് സാന്ത്വനമാണ് അവതാര സ്വരൂപങ്ങളെല്ലാം. അതുകൊണ്ട് രാക്ഷസന്മാർ ഓടുന്നി. അല്ലയോ ശ്രീ മഹാവിഷ്ണുദേവ, എൻ്റെ മുന്നിൽ നിന്ന് ഈ നരസിംഹരൂപം മാറ്റിയാലും. ഈ വീരഭദ്രവചനം കേട്ട് വിഷ്ണു പൂർവാധികം കോപിഷ്ഠനാവുകയാണ് ഉണ്ടായത്. നരസിംഹം പറഞ്ഞു, ഹേ വീരഭദ്ര, നീ തിരിച്ചു പോയാലും ഞാൻ എല്ലാ ശക്തികളുടെയും പ്രവർത്തകനും നിവർത്തകനുമാണ്. ഞാൻ വിശ്വത്തിന് അധിപനാണ്. നീ തിരിച്ചു പോയാലും. വീരഭദ്രൻ പറഞ്ഞു, അങ്ങ് വിനായക പാണിയായ ശിവനെ അറിയില്ലേ? തെറ്റായ
വാദവിവാദങ്ങളൊന്നും വേണ്ട. അങ്ങയുടെ അവതാരങ്ങൾ വെറും കഥയായി മാറിക്കഴിഞ്ഞു. സംഹാര കർമ്മം നടത്തിയാൽ ശിവനിൽ നിന്നും നാശമുണ്ടാകും. ഞാൻ ഭൈരവരൂപത്തിൽ ശിവാംശമാണ്. മഹേശ്വരനായ ശിവൻ നിങ്ങൾക്ക് ശേഷം വന്നവനൊന്നുമല്ല. വരാഹസ്വരൂപിയായ നിന്റെ തേറ്റകളെ സ്കന്ദൻ പിഴുതെറിഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങ് മറന്നുപോയത്? ദക്ഷയജ്ഞത്തിൽ യജ്ഞസ്വരൂപിയായ അങ്ങയുടെ തല ഞാൻ അറുത്തതാണ്. ചക്രമാണ് അങ്ങയുടെ ശസ്ത്രം. അത് എവിടെ നിന്നാണ് ലഭിച്ചത്? അതും കൂടി നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ സാത്വികനാകും? ശിവശക്തിക്ക് മുന്നിൽ മോഹിച്ച് നിങ്ങൾ ശിവശക്തി എങ്ങനെ അറിയും? ഇന്ദ്രവരുണാദികൾക്ക് മാത്രമാണ് ശിവശക്തി മാഹാത്മ്യം അറിയുവാൻ സാധിക്കുക. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ആത്മശാന്തി നേടിയാലും അല്ലെങ്കിൽ പർവ്വതത്തെ വജ്രം എന്നതുപോലെ ശിവന്റെ കോപം നിങ്ങളെ വേട്ടയാടും. നരസിംഹം വീരഭദ്രനെ ആക്രമിക്കാൻ ചെന്നു. ശിവതേജസ് കൊണ്ട് വീരഭദ്രൻ അതിഭയങ്കരനായി മാറി. തേജസ്വിയായ വീരഭദ്രൻ സ്വന്തം രൂപം ധരിച്ചു. പരമേശ്വരൻ അപ്പോൾ സംഹാരരൂപിയായി തന്നെ കാണപ്പെട്ടു. ദേവന്മാർ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചു. വീരഭദ്രൻ്റെ കൈകൾ വജ്രതുല്യമായ ചിറവുകളായി മാറി. നരസിംഹം വീരഭദ്ര ദർശനത്തിൽ ബലവും പരാക്രമവുമെല്ലാം നഷ്ടപ്പെട്ട് സൂര്യന് മുന്നിൽ മിന്നാമിനുങ്ങിനെ പോലെയായി മാറി. നരസിംഹം വീരഭദ്രനാൽ ബന്ധനസ്ഥനാക്കപ്പെട്ടു. മുകളിലേക്ക് എറിയപ്പെട്ട നരസിംഹം ശിവനെ ഇപ്രകാരം സ്തുതിച്ചു. ഓം നമോ രുദ്രായ ശർവായ മഹാദ്രാസായ വിഷ്ണവേ നമ ഉഗ്രായ ഭീമായ നമ ക്രോധായ മന്യവേ നമോ ഭാവായ ശർവായ ശങ്കരായ ശിവായ തേ കാലകാലായ കാലായ മഹാകാലായ മൃത്യവേ വീരായ വീരഭദ്രായ ക്ഷയദ്വീരായ ശൂലിനേ മഹാദേവായ മഹതേ പശൂനാം പതയേ നമഃ ഏകായ നീലകണ്ഠായ ശ്രീകണ്ഠായ പിനാകിനേ നമോ അനന്തായ സൂക്ഷ്മായ നമസ്തേ മൃത്യുമന്യവേ പരായ പരമേശായ പരാത്പരതരായ തേ പരാൽപരായ വിശ്വായ നമസ്തേ വിശ്വമൂർത്തയേ നമോ വിഷ്ണുകളത്രായ വിഷ്ണുക്ഷേത്രായ ഭാനവേ കൈവർത്തായ കിരാതായ മഹാവ്യാധായ ശാശ്വതേ ഭൈരവായ ശരണ്യായ മഹാഭൈരവരൂപിണേ നമോ നൃസിംഹസംഹർത്രേ കാമകാലപുരാരയേ മഹാപാശൗഘസംഹർത്രേ വിഷ്ണുമായാന്തകാരിണേ ത്രയംബകായ ത്രക്ഷരായ ശിപിവിഷ്ടായ മീഡുഷേ മൃത്യുഞ്ജയായ ശർവായ സർവജ്ഞായ മഖാരയേ മഖേശായ വരേണ്യായ നമസ്തേ വഹ്നിരൂപിണേ മഹാഘ്രാണായ ജിഹ്വായ നമസ്തേ വഹ്നിരൂപിണേ ത്രിഗുണായ ത്രിശൂലായ ഗുണാതീതായ യോഗിനേ സംസാരായ പ്രവാഹായ മഹായന്ത്രപ്രവർത്തിനേ നവശ്ചന്ദ്രാഗ്നിസൂര്യായ മുക്തിവൈചിത്ര്യഹേതവേ വരദായാവതാരായ സർവകാരണഹേതവേ കപാലിനേ കരാളായ പതയേ പുണ്യകീർത്തയേ അമോഘായാഗ്നിനേത്രായ ലകുലീശായ ശംഭവേ ഭിഷക്തമായ മുണ്ഡായ ദണ്ഡിനേ യോഗരൂപിണേ മേഘവാഹായ ദേവായ പാർവതീപതയേ നമഃ അവ്യക്തായ വിശോകായ സ്ഥിരായ സ്ഥിരധന്വിനേ സ്ഥാണവേ കൃത്തിവാസായ നമഃ പഞ്ചാർത്ഥഹേതവേ വരദായൈകപാദായ നമശ്ചന്ദ്രാർത്ഥമൗലിനേ നമസ്തേ അധ്വരരാജായ വയസാംപതയേ നമഃ യോഗീശ്വരായ നിത്യായ സത്യായ പരമേഷ്ഠിനേ സർവാത്മനേ നമസ്തുഭ്യം നമഃ സർവേശ്വരായ തേ ഏകദ്വിത്രിചതുഃപഞ്ചകൃത്വസ്തേ തു നമോ നമഃ ദശകൃത്വസ്തു സഹസ്രകൃത്വസ്തേ ച നമോ നമഃ നമോളപരിമിതം കൃത്വാനന്തകൃത്വോ നമോ നമഃ
നമോ 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 ഭൂയ പുനർഭൂയോ നമോ നമ. ഇപ്രകാരം നരസിംഹമൂർത്തി മഹാദേവനെ സ്തുതിച്ചു. ഭഗവാനോട് രക്ഷയ്ക്കായി അപേക്ഷിച്ചു. വീരഭദ്രൻ പറഞ്ഞു, നിങ്ങൾ അശക്തനാണ്, പരാജിതനാണ്. ഇത്രയും പറഞ്ഞ് വീരഭദ്രൻ നരസിംഹമൂർത്തിയെ അസ്ഥി മാത്രം ഉള്ളവനാക്കി തീർത്തു. ദേവതകൾ പറഞ്ഞു, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ അങ്ങയുടെ കടാക്ഷത്തെ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ അങ്ങയെ ശരിയായി അറിയുന്നില്ല. വീരഭദ്രൻ പറഞ്ഞു, പാലിൽ പാലുപോലെ, നെയ്യിൽ നെയ്യ് പോലെ വിഷ്ണു ശിവനിൽ ലയിക്കുന്നു. നരസിംഹം ഒരു ലക്ഷ്യസാധ്യത്തിനായിട്ടുണ്ടായതാണ്. എൻ്റെ സന്തോഷത്തിന് എന്നെ പൂജിക്കണം. വീരഭദ്രൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അന്തർധാനം ചെയ്തു. അന്നു മുതൽ ശിവൻ നരസിംഹത്തിൻ്റെ ചർമ്മം വസ്ത്രമായി ധരിച്ചു തുടങ്ങി. ഈ ആഖ്യാനം കേൾക്കുന്നവർ സർവമസ്ത വിഘ്നങ്ങളിൽ നിന്ന് മോചനം നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിംഗപുരാണത്തിൻ്റെ 96-ാം അധ്യായം അവസാനിക്കുന്നത്. നരസിംഹമൂർത്തിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ മഹാസ്തോത്രം കൊണ്ട് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അത്യുഗ്രമൂർത്തിയായ ശരഭേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ആ രൂപമുള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ സ്തോത്രം തിങ്കളാഴ്ച തോറും ജപിക്കാവുന്നതാണ്. ചന്ദ്രനും സൂര്യനും അഗ്നിയുമാകുന്ന 3 കണ്ണുകളുള്ളവനും വജ്രം പോലെ ഉള്ള നഖങ്ങളോടുകൂടിയവനും മിന്നലാകുന്ന ഭയങ്കരമായ നാക്കുള്ളവനും കാളിയും ദുർഗയുമാകുന്ന ചിറകുകളോടുകൂടിയവനും ഹൃദയത്തിൽ ഭൈരവനും വയറ്റിൽ ചെറിയ അഗ്നിയും തുടകളിൽ രോഗവും മരണവും ഇരിക്കുന്നവനും ചടചട എന്ന് ശബ്ദമുണ്ടാക്കുന്ന പല്ലുകളോടുകൂടിയവനും കൊടുങ്കാറ്റുപോലെ വേഗതയുള്ളവനും സകല ശത്രുക്കളെയും നശിപ്പിക്കുന്നവനുമായ ശരഭമൂർത്തിയെയാണ് ഈ സ്തോത്രം ചൊല്ലുമ്പോൾ ധ്യാനിക്കേണ്ടത്. അധികമാർക്കും പരിചയമില്ലാത്ത ശ്രീ മഹാദേവൻ്റെ ഒരു ഉഗ്രരൂപമാണ് ഇത്. വീട്ടിലാരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസം ഒരു പ്രാവശ്യം ഭക്തിയോടുകൂടി വൈകുന്നേരം സന്ധ്യാസമയത്ത് ജപിക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിൽ ശത്രുദോഷമോ മറ്റ് ബാധകളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഏതാഗ്രഹവും സാധ്യമാകുന്നതിനും ഭദ്രകാളി കവചം പോലെ സംരക്ഷണം നൽകുന്നതുമായ ഈ മഹാസ്തോത്രം കഴിയുമെങ്കിൽ എല്ലാവരും മനഃപ്പാഠമാക്കി ചൊല്ലുന്നത് അത്യുത്തമമാണ്. ഈ സ്തോത്രം പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി പകർത്തിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.